നമസ്കാരം. ധീരനായ കടൽ കടന്ന് ദിവ്യവാക്ക് കയ്യിൽ കൊണ്ട് അജ്ഞതയുടെ അന്ധകാരത്തിൽ വെളിച്ചം പകരാൻ എത്തിയ സുവിശേഷത്തിന്റെ ദൂതൻ വിശുദ്ധ തോമാസ് ലീഹ. യോഹന്നാന്റെ സുവിശേഷം 20, 27, 29. യേശു പറഞ്ഞു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സംശയവും വിശ്വാസവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്നും സംശയത്തിന്റെ ശരിയായ പ്രതികരണം വിശ്വാസത്തിന്റെ ആലമരിയ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്നും ഈ വിശുദ്ധൻ നമുക്ക് കാണിച്ചു തന്നു. ഉദ്ധിതനായ ഈശോയുടെ പാർശ്വത്തിൽ കൈത്തലം ചേർത്ത് വെച്ച് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ആ വിശ്വാസ യാഥാർത്ഥ അന്വേഷകൻ പിന്നീട് തന്റെ ജീവിതം മുഴുവൻ അതേ സത്യം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൗത്യവഴിയിലേക്ക് പുറപ്പെട്ടത്. സ്ലീഹയുടെ കയ്യിൽ അസ്ത്രമായ ഒരു ബൈബിൾ, മനസ്സിൽ തീപ്പൊരി പോലെ ജ്വലിക്കുന്ന വിശ്വാസം, അതാണ് നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെത്തിയ ആദ്യ സുവിശേഷത്തിന്റെ ഫലസ്ഥിതി. AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ സ്ലീഹ എത്തുകയും തുടർന്ന് പറവൂർ, നിലക്കൽ, കൊല്ലം, കോക്കമംഗലം, നിരണം, പാളയൂർ, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. സുവിശേഷം പഠിപ്പിച്ചും പ്രഘോഷിച്ചും നിരവധി പേരെ മാനസാന്തരപ്പെടുത്തുകയും അവരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കുകയും ചെയ്തു. അക്രൈസ്തവരായ സഹോദരങ്ങളെ മാമോദീസയിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന തോമസ് ലീഹ